ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ ജയ നാരായണായ ജയ നാരായണായ ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. യുദ്ധകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. നാരായണായ ഹരി നാരായണായ ഹരി നാരായണായ ഹരി നാരായണായ ഹരി. നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരി. രാമ രമ രമണ ത്രിലോകീപതി രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ. രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതി. രാമകഥാമൃത പാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിനിയും ചാതുരാമായണ യുദ്ധം മനോഹരം. ഇതമാകർണ്യ കിളിമകള് ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞ് കേട്ടിടിനുവെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രനനെ ചെവി തന്ന് മുദാരാമ ചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ. താരംബരാത്മാമൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിരാതരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തി നിരൂപിക്ക പോലും അശക്യമാം. അതിശയ യോജനയാതമാശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊള്ളിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിരു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടങ്ങനെ വാരധിയെ കടന്നിടുന്നു നക്രമ കരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നു പോയി. രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണിന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീറുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമൃദ്ധത്തെയും ബാധ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതുമേ മാനസേ ചിന്തയാകുന്നൊരു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചു കൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വഗ്നിയിൽ ചാടണമെന്ന് ചൊല്ലിയിടിലും പിന്നയാമെന്ന് ചൊല്ലുന്നവരില്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമെനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ. ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതു രാഘവാനിൻ തിരുമുങ്കിൽ മഹാരേണ
അശ്ലേഷ ശോഷണം ചെയ്തു ജലനിധിയെ സ്വത്തരം സേതു ബന്ധിക്കലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിനിതമിത്ര പുത്രോക്തികൾ ഹിതമാകർണ്യ കാകുസ്തനും തൽക്ഷണേ മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടന്നെങ്ങിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുയർന്നത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നുദ്യമമതിൻ മൂർത്തി ലങ്കാപുരം. പ്രാണമയമില്ലാത്ത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടെങ്കെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലിന്മേൽ ചുറ്റുമേ ഗോപുരം. 4 ദിക്കിലുമുണ്ടതിൻ ശോഭിതമായതിന് 7 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 കോണ്ടോരു പോലെ. 7നും 4 ഗോപുരപംക്തിയും ചുഴുവുമായി 28 ഗോപുരം. ഉണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരുണ്ടു 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാതനിൻ ശക്തനായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിൽ അർത്ഥമുണ്ടഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കണ്ടതിലിരട്ടിച്ചനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടൽപ്പന്തയും പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരാജിത അലങ്കാരഭേദമായതമ്പാഹം പറയാവതല്ല നന്ദനം. തൽപരം തന്നിൽ നീളെ തിരഞ്ഞനേഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മനാദേവിയെ കണ്ടു കൂപ്പിനേൻ. അങ്കുലേയും കൊടുത്താശു ചൂടാരത്നം ഇങ്ങി വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞൊരവിവേകം ആരാമമൊക്കെ തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കിപ്പറഞ്ഞിടുവാൻ. മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതില് 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നടന്നതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നിടെ ധൃതരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. കൊല്ലാതെയൊക്കെ അടയാളപ്പെടുത്തുന്നത് നല്ലതാകുന്നത്രന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലതിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊരിഞ്ഞവർ അഗ്നി കൊളുത്തിനാരാപ്പോൾ അടിയനും ചുട്ടുപൊള്ളിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവാ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു മിനിക്കാള വിളംബനം നന്നല്ല പോക പുറപ്പെടു കാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോക്ഷം മഹാ പ്രസ്ഥാനമാശു കുരു വിഗ്രഹം. സഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാദ്വഹം. ലംഘനം ചെയ്ത നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന. ആഹുകൃതിയും തീർത്തു സംഹാരാന്തേ ബലാൽ.
പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ, പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭവ്യ സാദരം. അഞ്ജസാ സുഗ്രീവൻ അരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടായി കൽപ്പപന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രപദം വിജയപ്രദം രക്ഷോജ നർമ്മക്ഷമാ മൂലഹതിപ്രദം. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളേണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുവാപകവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാദി പ്രമുഖരായുള്ളവർ. മുൻപിൽ ഞാൻ മാരുതി ഖണ്ഡവുമേറിമൽ പിമ്പേ സുമിത്രാജനങ്കനനോപതാരി. സുഗ്രീവനെന്നെ പിരിയാതെ തരികവേ നിർഗമിച്ചിടുള്ള മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലിസമാനനാം മൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുശേഷണൻ തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനക നായകന്മാരോടും ചൊല്ലുവാനല്ലാവതലല്ലൊരു സൈന്യവും. കൂടിപ്പുറപ്പെടുക്കേതുമേ വൈകരുതാടലും ഉണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനികം മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ച് കളിച്ചു പുളച്ചുലോ കാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം. രാത്രിഞ്ചരേശ്വരാശ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാദ്യ നടങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും ഭക്തഫലങ്ങൾ ഭുജിക്കയും. ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരകളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്ര ചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ട ദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ടമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരുതി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്താശു നാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും. ധീരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർക്ക് ശാനുപുത്രാദികൾ രാത്രിയിൽ മായാ വിഷാദന്മാരായ രാത്രിഞ്ചരന്മാരും ഉപദ്രവിച്ചിടുവോർ. ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിനാൽ. നക്രചക്രൗക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വതനം. അത്യുന്നത തരംഗാഢ്യമഘാതമിത്തരണം ചെയ്തവതിന്നതിർക്കാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും മന്ദബുദ്ധ്യ രാമഭാഷേ മരുവിനാർ. ചന്ദ്രനും അപ്പോഴും ഉദിച്ചു പൊങ്ങിയിടിനാന് ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാൻ
ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷ ഭയക്രോധ ലോപാദികൾ സൗഖ്യമല മോഹ കാമ ജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുഞ്ചാനരൂപനായുള്ള ചിതാത്മനെ സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനോ കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംപ്രദഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിഹോദിരന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതും ഒക്കെയോർത്താല ബുദ്ധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ദനികേതനം പൊക്കു തന്നിടുനാൻ. ആതിഥേയ സുരേന്ദ്രാദികളുമരു ധാതൊരു കർമ്മ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് ചേൽപ്പിച്ചാൻ അവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയുമില്ലല്ലോ. ആരും കടക്കാതെ അരുതായൊരു ലങ്കയിൽ ഉൾക്കോട് വന്ന കപും കൊന്നൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാന് പവനം. ഭക്തഞ്ജനന്മാരോടു വധിച്ചെന്നുടെ പുത്രനാമരക്ഷക കുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നെ സ്വസ്ഥനായി പോയതോർത്തളാം നമുക്കുള്ളിൽ അത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുവുമ്പോൾ കർത്തവ്യമെന്തു നമ്മോലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിഷാദരന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടത് മൂലമായി വന്നിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിക്കൾ കഞ്ചലം ഉത്തമം മധ്യമം പിന്നേതേ തമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമിതം കേട്ടാൽ പലർക്കുമാരൊത്തുപോയ മാനസേ പാട്ടമൊഴിഞ്ഞു തോന്നിയെന്നുന്നതും തമ്മിലന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നുന്ന നിർദ്ദേശം എന്നൊന്നുറച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യകം ചൊല്ലുവാൻ ഓരോതരം പറഞ്ഞു അങ്ങനുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിനെന്നൈക മധ്യമായേവനു മുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ദമെന്നതെന്നിയേ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിനു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയായി കാലുഷ്യചേതസ കലിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ നിന്ദനായുള്ളോരധർമ്മതത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെത്ര ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിംഗിതജ്ഞന്മാർ നിശാചരൽ ചൊല്ലിനാർ. നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ നിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച് ഭവാനിന്നൊരു ആകുലമെന്തു ഭവിച്ചത് മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്താരിയെ പരായുദ്ധ ജയിച്ചുടൻ
പദ്മാവിനിശപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനി നാഥനോർക്ക നീ വിത്തേശനെ പരായുദ്ധമധ്യ ഭവാൻ ജിത്വാ ജിതസമം പോരും ദശാന്തരേ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്ത് കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരിത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലെല്ലാരും മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നെ നൽകിയില്ലയോ തവ ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടതു ചൊല്ലേണമോ കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോല സമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പൻ മാനസിതേ ത്രൈലോക്യവാസികളെല്ലാം ഭവൽഭര മാലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോക്കിൽ നാണമാം നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവന് ഞങ്ങളാരാനും അറിഞ്ഞാകില്ലേന്നുമേ ഞങ്ങവൻ ജീവനോട് പോകയില്ലല്ലോ യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പല ഒന്നിച്ചുകൂടി നിരൂപിക്കയൊക്കെയും എത്രയും പാരമിളപ്പം നമുക്കത് ഉൾത്താരിലോർത്തവരുള്ളേണം ജഗൽപ്രഭോ രക്തഞ്ചര പൗരത്വം സാഞ്ഞള ഉൾത്താശമുട്ടു കരഞ്ഞു ദശാസ്യതം. രാവണ കുംഭകർണ സംഭാഷണം. നിത്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഢഗാഠം പുണർന്നൂടമോദം നിജം പീഠം അതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചരന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതെന്നിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കില്ലതെന്നുമേ ജീവിക്കയില്ലൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹീനനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിഷം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുവന്നു ഭവിക്കുന്നിതാവണ്ണം ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ല നല്ലേതും എനിക്ക് തന്നെ ഉള്ളിലറിഞ്ഞിരിക്കുന്നു നരങ്ങാകിലും ചൊല്ലുമതിൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നിങ്ങൾക്കുമേ ശ്വാസനയാലും അടങ്ങുകയില്ലിത് വിജ്ഞാനം മംഗള ദൈവന്മാർക്ക് പോലും അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അപനയം നീയതും നാട്ടിലുള്ളോർക്ക് ആപത്തിനായി നിർണയം ഞാനിതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയൊക്കെ കൊടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ
ദേശത്തിനനന്തരം തന്നു പോ മുന്നമേ മോഹിച്ചതാന്തഹ സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാവത്തു നിർണയമോർത്തുകൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഭാഗ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയം കുംഭകർണോക്തി കേട്ടള ഇന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ആശു വരുവനെന്നോജ്ഞയെപ്പോലെ ചെയ്കിലേ ദാശരഥീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തിരുന്നിത്തെത്ത ശാസനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്ക് ഉള്ളവരോടു ചൊല്ലുന്ന പുതുജനം. കല്യാണമെന്തു കലത്തിനെന്നുള്ളതു എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട്. ഈ ത്രിലോകത്തിങ്കൽ നരക്തൻ ചരാധിപാ. മത്തനു മത്തന്മാർ പ്രഹസ്തൻ വികടനം സുപ്തകയജ്ഞാത അന്തികാദാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഗനം കുംഭൻ നികുംഭൻ കമ്പനൻ കമ്പനൻ പമ്പൻ മഹോസാദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശസയധികായനും ദേവകാന്തകനും നരാകാന്തനും മറ്റു ദേവാരികൾ വജ്രദംഷ്ടാദി വീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ദ്രുമാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന് മാവനോടോടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായ്ക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളെന്നാരറി വാനരുമല്ലരുവനും ദേവേന്ദ്രനുമല്ല അഗ്നിയുമല്ലവൻ വൈവസ്വതനും നിവൃത്തിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യ രുദ്രവസ്തുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോദൻ സൃഷ്ടി സ്ഥിതിലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നു 21 തുടരാമനായി മന്നവന്മാരെ സുശംസയാകയാൽ അന്നസുരരെ കൊന്നയൊടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥ പുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കല നാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നു കൂടാ എന്നു നിർണയം. എങ്കലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്ക ഭയത്തോടു കൊടുപൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരനിന്ദിര വല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി പൊൻപദം നിത്യമായി സേവിച്ചു കൊൾക്കമടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടടുത്തു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോടും കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേർത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുക്യ മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കൽപമഹാകല്യ ദുഷ്ടതമെല്ലാം ഒടുക്കിയതോർത്തു നീ. തയ്യമ്പകം വില്ലു കണ്ടിച്ചു സീതയം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കടാരാധുയതനാകിയ
പാർക്കവൻ തന്നെ ഇച്ഛിച്ചതും അത്ഭുതം. പിന്നെ വീരാതനെ കൊന്നുകളഞ്ഞതും ചെന്ന കരാതികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന് അർണോജനേത്രനെയെ കണ്ടു പറഞ്ഞുടൻ വഗ്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ ഈ ശൃംഗീരിക്കേവതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തന്നെങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും മമതാത്യന്മാർ ഒരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർത്തു നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയേ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾ പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിൻ മിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്ത ഫലമില്ല മന്നവാ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കുലാം തുടങ്ങിയാൽ ആരും ശരണമില്ലതെന്നറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങലാ. കൊണ്ടൽ നിർവർണനു ജാനകീദേവിയെ കൊണ്ടെക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശമിന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായ്ക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികമരുവിന. ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുമരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ വധ്യനാമെന്നതനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താവനി വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളു മേൽക്കയില്ലേതുമേ. പോരുമിവരോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്ന് സേവിച്ചു കൊൾവജൻ ജന്മമുള്ള നാൾ. സത്വരം നാലമത്യന്മാരുമായവർ നിത്തം നിരൂപിച്ചു പുറപ്പെട്ടു ധാരദാനലയമിത്ര ബിത്രഖൗ. ദൂരെ പരിത്വജു രാമപദാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തന്മതം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമുൻ രാമയമിങ്ങനിതെന്നു നിർണയം. പോയ്കാകിലോ മമ ചന്ദ്രഹാസത്തിന് അന്നേ കാന്തഭോജനമായി വരും നീയടോ. എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പത് ആവനെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാദികളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലം ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാളിയും സീതാപിതാതേന ജാതനായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർ നാമോദമോടിങ്ങു വന്നാരിരുവരും.
എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നതും പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനാദ്യത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ.